നമസ്കാരം. നാട്ടിലൂടെയുള്ള സഞ്ചാരത്തിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ വികസന രംഗങ്ങളിലേക്ക് അധ്വാനത്തിന്റെയും അർപ്പണതയുടെയും സന്ദേശവുമായി കടന്നുവരികയാണ് ഈ പ്രവാസി മലയാളി. ചെറുവത്തൂർ ചാക്കുട്ടി തമ്പി എന്ന സി തമ്പി. ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, നിർമ്മാണ മേഖല, ഗ്രാമീണ വികസനം തുടങ്ങിയ രംഗങ്ങളിൽ കൂട്ടായ്മയുടെ ആരവമുയർത്തി ഹോളിഡേ ഗ്രൂപ്പിലൂടെ പ്രവാസി കൈമുദ്രണം ചാർത്താനൊരുങ്ങുന്ന ഈ മലയാളി മധ്യകിഴക്കൻ മേഖലയിലെ 7ഓളം രാജ്യങ്ങളിൽ തന്റെ സാന്നിധ്യം അറിയിച്ച ശേഷമാണ് സ്വന്തം നാട്ടിലേക്ക് നിക്ഷേപമിറക്കുന്നത്. പ്രവാസി മലയാളി എന്നതിനു പുറമെ വ്യാവസായിക സംരംഭകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ, തൊഴിൽ ദാതാവ്, ഈണം ഇന്റർനാഷണലിന്റെ അധ്യക്ഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സി തമ്പി താൻ കടന്നുവന്ന വഴികളെക്കുറിച്ചും വികസന കാഴ്ചപ്പാടിനെക്കുറിച്ചും ജീവിത വിജയത്തിൽ അധ്വാനത്തിന്റെയും ആത്മാർത്ഥതയുടെയും പങ്കിനെക്കുറിച്ചും പറയുകയാണ് 2 ഭാഗങ്ങളിലായി. മണലാരണ്യത്തിൽ നിന്നും മലയാള മനസ്സിലേക്ക്. കൊച്ചി നഗരം കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാന നഗരം അതിവേഗ വളർച്ചയുടെ പാതയിലാണ്. വല്ലാർപാടവും സ്മാർട്ട് സിറ്റിയും ഗോശ്രീയുമൊക്കെയായി വൻ വ്യവസായ സാധ്യതകൾ പകരുന്ന ഈ നഗരം ഇന്ത്യയിലെ തന്നെ അതിവേഗ വളർച്ച നേടുന്ന 10 നഗരങ്ങളിലൊന്നായി തീർന്നിരിക്കുന്നു. ഈ മഹാനഗരത്തിന്റെ ഓരോ മാറ്റങ്ങളും അറിഞ്ഞു സഞ്ചരിക്കുകയാണ് ഈ പ്രവാസി മലയാളി. ചെറുവത്തൂർ ചാക്കൂട്ടി തമ്പി. കഴിഞ്ഞ 3 ദശകമായി അധ്വാനത്തിന്റെ വിളവെടുപ്പ് നടത്തുന്നത് മണലാരണ്യത്തിലാണെങ്കിലും ജന്മനാടിന്റെ വികസന രംഗങ്ങളിലും കൈമുദ്രണം ചാർത്താൻ ഈ പ്രതിഭയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ മാറ്റങ്ങളിൽ പരോക്ഷമായ സാന്നിധ്യവും തന്നാലായ മാറ്റങ്ങളും നൽകുവാൻ തമ്പിക്ക് കഴിഞ്ഞിരിക്കുന്നു. ആ ചാരിതാർത്ഥ്യത്തിലാണ് ഈ യാത്ര. കുന്നംകുളത്തു നിന്നും പഠനാർത്ഥം 70കളുടെ തുടക്കത്തിൽ കൊച്ചിയിലെത്തിയ തമ്പി അന്നു മുതലുള്ള മാറ്റവും പുരോഗതിയും അപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ നഗരത്തിനെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള യത്നത്തിലാണ് ഈ സഞ്ചാരം. തമ്പിയുടെ പതിവ് യാത്ര ചെന്നു നിൽക്കുന്നത് പാലാരിവട്ടത്തിന് സമീപം ദേശീയപാതയ്ക്കരികിലെ ഈ ബഹുനില മന്ദിരത്തിലാണ്. കൊച്ചിയിൽ തന്റെ തട്ടകമായി ഈ ബഹുമുഖ പ്രതിഭ തിരഞ്ഞെടുത്തിരിക്കുന്ന മന്ദിരങ്ങളിലൊന്നാണിത്. ഒന്നര ദശകം മുമ്പ് പണിത ഹോളിഡേ ഗ്രൂപ്പിലേക്ക് ഔപചാരികതയോടെ. ഇവിടെ ഈ ഓഫീസ് മുറിയിൽ തമ്പിയെ കാത്ത് നിരവധി വികസന നിർമ്മാണ വിഷയങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. വിദേശത്തു നിന്നും പറന്നിറങ്ങുന്ന ഇടവേളകളിൽ അനുചിതവും അനിവാര്യവുമായ തീർപ്പ് അവയ്ക്ക് അതിവേഗം നൽകുകയെന്ന ശൈലിയാണ്
തമ്പിക്കുള്ളത്. ആ ചടുലതയും തീരുമാന വേഗവും അധ്വാന മികവുമാണ് തമ്പിയെ ഇതുവരെ എത്തിച്ചതും നാടിന്റെ അഭിമാനമായി വളർത്തിയതും. തിരിഞ്ഞു നോക്കുമ്പോൾ പോയ വഴികൾ സംതൃപ്തി പകരുന്നുണ്ടെങ്കിലും ഗ്രാമീണത നൽകിയ മഹനീയ പാഠമാണ് ജീവിത വിജയത്തിന് ആധാരമായതെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ തമ്പിയുടെ ഓർമ്മകൾ ചെന്നു നിൽക്കുന്നത് തൃശൂർ കുന്നംകുളത്തെ കോട്ടോൾ എന്ന ഗ്രാമീണ മേഖലയിലാണ്. വയലും കൃഷിയും നിമ്നോന്നതകളും പുഴയും സമൃദ്ധമായ മഴയുമൊക്കെ നിറഞ്ഞ വള്ളുവനാടൻ ശൈലിയിലുള്ള നന്മ പകരുന്ന ഗ്രാമം കോട്ടോൾ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് കോട്ടോൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഗ്രാമത്തിനകത്താണ് ജനിച്ചത്. വളരെ പാവപ്പെട്ട ഒരു വീടായിരുന്നു. ചെറിയ ബിസിനസ്സുകാരനായിരുന്നു ഫാദർ. അത്ര സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടൊരു വീടല്ലായിരുന്നു. ഇടത്തരക്കാരായിരുന്നു. 6 മക്കളുണ്ടായിരുന്നു. അതിൽ 5-ാമനായിട്ടാണ് ഞാൻ ജനിച്ചത്. അന്നത്തെ മക്കൾ തമ്മിലുള്ള ഏജും ഒരുപാട് ഡിഫറൻറ്റ് ഉണ്ടാവും. എൻ്റെ മൂത്ത ചേച്ചിയാണ് ഞാനും തമ്മിലൊരു അവരുടെ മക്കളെ എൻ്റെ ഏകദേശം ഒപ്പം. അത്രയും വ്യത്യാസമുണ്ട് അന്നത്തെ കാലത്തൊക്കെ കുടുംബങ്ങൾ തമ്മിൽ. പിന്നെ എൻ്റെ അനിയത്തിയൊക്കെ ചേച്ചിയുടെ മകളെക്കാളും ചെറുതാണ്. അന്നത്തെ അത്രയും വ്യത്യാസത്തിലാണ് മക്കളൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ കൂട്ടുകുടുംബ ശൈലിയിൽ ഒന്നിച്ചു വളർന്ന ബാല്യം. എങ്കിലും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു തമ്പി. തനിക്ക് തന്റേതായ ഒരു വഴിയുണ്ടെന്ന് മനസ്സ് പറഞ്ഞ ബാല്യം. കരിക്കാട് ഗവൺമെന്റ് സ്കൂളിലെ മനസ്സുണർത്തുന്ന ഓർമ്മകൾ. പഠിച്ചത് അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കരിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രൈമറി മാത്രമുള്ളൊരു വിദ്യാലയം ഉണ്ടായിരുന്നു. അവിടെയാണ് പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നെ അന്ന് നമ്മൾ നടന്നാണ് സ്കൂളിൽ പോവുക. 1.5 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അന്ന് ഞാൻ മാത്രമല്ല നടക്കുന്നത്, എല്ലാ കുട്ടികളും നടന്നാണ് പോകുന്നത്. അന്ന് വളരെ സന്തോഷമുള്ള കുട്ടിക്കാലമായിരുന്നു. അന്ന് ഇത്രയും പൈസ ഇല്ല, സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും മോശമായിരുന്നെങ്കിലും എല്ലാവരും ഇന്നത്തേക്കാൾ കൂടുതൽ സന്തോഷമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെയായിരുന്നു. പൈസ കൂടിയോണ്ട് സന്തോഷം കൂടുമൊന്നുമില്ല. അന്ന് വളരെ സന്തോഷകരമായ കുട്ടിക്കാലമായിരുന്നു. ആളുകൾ തമ്മിൽ ഇതിനേക്കാളും കൂടുതൽ അടുപ്പും ആത്മാർത്ഥ്യവും ഉണ്ടായിരുന്നു. ഞാൻ വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയുന്നത് എപ്പോഴും സർക്കാർ വിദ്യാലയത്തിൽ പഠിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയതാണ്. കാരണം അക്കാഡമിക് ക്വാളിഫിക്കേഷനേക്കാളും കൂടുതൽ ഒരുപാട് അറിവും പ്രവർത്തന പരിചയവും ആളുകളോട് ഇടപെടാനുള്ള ഒരു ബുദ്ധി അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തരാനുള്ള ഒരു കഴിവ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഗ്രാമവും സർക്കാർ സ്കൂളും നൽകിയ അറിവുകൾക്ക് പുറമേ വീട്ടുജോലിയും പറമ്പിലെ കൃഷിയും കാലിമേക്കലുമൊക്കെ തമ്പിക്ക് ജീവിത പാഠങ്ങൾ നൽകുകയായിരുന്നു. പഠിക്കാൻ പോകുമ്പോഴും നമുക്ക് പറമ്പിൽ പോയി നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായിക്കുക. വീടുകളിലെ പണികളിലൊക്കെ എല്ലാ കുട്ടികളും ഒന്ന് സഹായിക്കും. വീടുകളിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ കുട്ടികൾ. ഇന്ന് കുട്ടികൾക്ക് അങ്ങനത്തെ പണികളൊന്നുമില്ല. ഇന്ന് കുട്ടികൾക്ക് കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ പോലുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല കുട്ടികൾക്ക്. പണ്ട് അതൊക്കെ ഒരു ജീവിതത്തിൽ പിന്നീട് ഉപകരിക്കാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ കുന്നംകുളത്തിനെയും കോട്ടോളിനെയും മാനിക്കാത്ത ഒരു ദിനവും ഈ വലിയ വ്യവസായ സംരംഭകന്റെ മനസ്സിലില്ല. നന്മ നിറഞ്ഞ നാട് തന്നിലേക്ക് എത്തിച്ചത് മറ്റ് ഗുരുനാഥന്മാർ നൽകിയതിനേക്കാൾ വലിയ പാഠമായിരുന്നുവെന്നും അദ്ദേഹം ഓർക്കുന്നു. ആദ്യ ഗുരു എന്ന് പറഞ്ഞത് എക്സാക്ട്ലി ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ നിന്ന് കിട്ടുന്ന അറിവാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ബിസിനസ്സുകാരനാവുമ്പോഴും നാട്ടിലുള്ള ആളുകളുടെ വിഷമങ്ങൾ കേട്ടാൽ മനസ്സിലാവുന്നതും, അല്ലെങ്കിൽ അവരോടൊക്കെ പലപ്പോഴും സംസാരിക്കാനും അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനും നമുക്ക് തോന്നുന്നത് പോലും അന്ന് ആ ഗ്രാമത്തിൽ ജനിച്ചുകൊണ്ടാണെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഒരുപാട് നന്മകൾ നിറഞ്ഞതാണ് എപ്പോഴും ഗ്രാമം. നമ്മുടെ ഡിസിപ്ലിൻ എന്തെങ്കിലും നമ്മൾക്ക് ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ അന്ന് വീട്ടിൽ നിന്ന് പഠിച്ചതാണ്. ശരിക്കും അമ്മയായിരുന്നു കൂടുതൽ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നത്. ഫാദർ ബിസിനസ്സായിട്ട് രാവിലെ പോയ വൈകുന്നേരം വരുമ്പോൾ നമുക്കൊന്നും അങ്ങനെ അന്ന് ഇതുപോലെ എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് മിങ്കിൾ ചെയ്യുന്ന പോലെ
ഞങ്ങളാരും എൻ്റെ ഫാദറിൻ്റെ അടുത്ത് മിങ്കിൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അന്നൊരു വലിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നവർ. അപ്പോൾ അമ്മയാണ് ശരിക്കും ശാസിച്ചും ശിക്ഷിച്ചും വളർത്തിയത്. ഞാനൊക്കെ അത് വലിയൊരു അതിൻ്റെ ഗുണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനമാണ് ഞാനിവിടെ എത്തിയെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അമ്മയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സഹായം നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. നമ്മളൊരു ക്യാരക്ടർ നമുക്ക് മോൾഡ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് എൻ്റെ അമ്മയാണ്. അമ്മയും ഗ്രാമവും നൽകിയ അറിവിലൂടെ കുന്നംകുളത്തു നിന്നും തമ്പി 70കളുടെ ആദ്യം കൊച്ചിയിലെത്തുകയായിരുന്നു. പ്രീ ഡിഗ്രി പഠനാർത്ഥം. അന്നാണ് ഒരു നഗരത്തിന്റെ വിപുലത ആദ്യം അറിയുന്നതും അമ്പരക്കുന്നതും. അന്ന് പ്രീ ഡിഗ്രിന് പുറത്ത് പഠിക്കണമായിരുന്നു. എറണാകുളത്ത് വന്ന് പ്രൈവറ്റായിട്ടാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. എൻ്റെ ചേട്ടന് ഇവിടെ ബിസിനസ് ഉണ്ടായിരുന്നു എറണാകുളത്ത്. അങ്ങനെ ചേട്ടൻ്റെ കൂടെ വന്നു നിന്നാണ് ഞാൻ ഇവിടെ പഠിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ പോയി. തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ അന്നത്തെ ചെറുപ്പക്കാരുടെ മോഹം തമ്പിയിലുമുണ്ടായി. ഗൾഫ് എന്ന സ്വപ്നം, അതിനായിരുന്നു ആദ്യ ശ്രദ്ധ. എൻ്റെ കൂടെ പഠിച്ച ആളുകൾ മുഴുവൻ വളരെ നേരത്തെ ദുബായിൽ പോയി. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പലരും ദുബായി പോയി. അപ്പോൾ അവർ ദുബായിൽ നിന്ന് വരുന്നത് കാണുമ്പോൾ ഇറ്റ് വാസ് എ ടെംപ്റ്റേഷൻ. നമുക്ക് പോകാനുള്ളൊരു ടെംപ്റ്റേഷനായിരുന്നു അത്. ഒരു പിന്നെ പഠിക്കാതെ അവർ ദുബായി പോയിട്ട് പോലും തിരിച്ചു വരുന്നത് വലിയ സൗകര്യത്തിൽ കാണുമ്പോൾ നമ്മളെ ദുബായെ പറ്റിയൊരു ധാരണ, അയ്യോ വളരെ സുഖമാണ് ദുബായ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ദുബായ് പോകാനുള്ള തീരുമാനം എടുക്കുന്നതും പോകുന്നത്. ദുബായിൽ ഒരു ജോലിക്കായി വന്നിറങ്ങിയ തമ്പി തന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ഘട്ടം ഇവിടെയാണ് തുടങ്ങുന്നത് എന്ന് അറിഞ്ഞിരുന്നില്ല. യാദൃശ്ചികതകളിലൂടെ 4 വർഷം കഴിഞ്ഞ് 1984 ആയപ്പോഴേക്കും സ്വന്തമായി ഒരു വ്യവസായം അവിടെ ആരംഭിച്ചു. അത് വഴിത്തിരിവാവുകയും ചെയ്തു. ഞാൻ ദുബായിൽ പോയത് ഞാൻ ജോലി അന്വേഷിച്ച് പോയതാണ്, ജോലിക്ക് പോയതാണ്, അല്ലാതെ ഞാൻ ബിസിനസ്സുകാരനായിട്ട് പോയതല്ല. ദുബായിൽ 1980 എനിക്കവിടെ ജോലിക്ക് ചേർന്ന് 84 ഞാനൊരു സ്ഥാപനം തുടങ്ങുന്നത്. വളരെ ഹമ്പിൾ ബിഗിനിങ്, വളരെ ചെറിയത്. ഒരു ഷിപ്പ് ചാനലിംഗ് എന്ന് പറയും. ഷിപ്പുകൾക്ക് വേണ്ട സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനം. ഷിപ്പുകൾ വരുന്ന നമ്മളുടെ അടുത്ത് നിന്ന് ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവർക്ക് വേണ്ട സപ്ലൈ ചെയ്യാൻ, അതായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം പല മേഖലകളിലേക്കും കടന്നു ചെല്ലുവാൻ ഈശ്വര സാന്നിധ്യം കൊണ്ട് തമ്പിക്ക് കഴിഞ്ഞു. ഷിപ്പ് ചാനലിംഗിൽ നിന്നും ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്കും ഹോട്ടൽ വ്യവസായ ശൃംഖലയിലേക്കും കടന്നു ചെന്നു. അതും കേരളത്തെ മാതൃകയാക്കിക്കൊണ്ട്. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. റെസ്റ്റോറൻറ്റ്സ്, 4 കെട്ട് റെസ്റ്റോറൻ്റ് എന്ന് പറയും, തനിമയാർന്ന മലയാളി ഫുഡ് വിൽക്കുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് എല്ലാ എമിറേറ്റ്സിലും 6 സ്ഥലത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. മലയാളി ഫുഡ് കൊടുക്കുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിലും ഒരു സ്റ്റാർ ഫെസിലിറ്റിയിൽ ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റുകൾ അന്ന് മലയാളികൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും മലയാളി ഫുഡ്, ഒതൻറ്റിക് ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങൾ ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല, വിരളമായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആശയം. അങ്ങനെ ഞാനൊരു ഫാമിലി കൺസെപ്റ്റ് റെസ്റ്റോറൻറ്റ് തുടങ്ങി, പാർട്ട് ഓഫ് എ 4-സ്റ്റാർ ഹോട്ടൽ. അവിടെ നമ്മൾ റെൻറ്റിനെടുത്ത് ഹോട്ടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അതിനുശേഷം ദുബായിലാണ് അതിന് തുടങ്ങിയത്. അബുദാബിയിലും ഫുജൈറയിലും റാസൽ ഖൈമയിലും അജ്മാനിലും എല്ലാം പിന്നീട് സ്റ്റാർട്ട് ചെയ്തു. കേരളീയ ഫുഡ് മാത്രമേ ഉള്ളൂ. അത് തനി നാടൻ വിഭവങ്ങളാണ് കൂടുതൽ. നമ്മുടെ കപ്പ മീൻ കറി, അല്ലെങ്കിൽ മീൻ ഉലർത്തിയത്, താറാവ് കറി, കറി. അല്ലാതെ ഈ പൊതുവെ അവിടെയുള്ള ആളുകളുടെ ധാരണ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ഇഡ്ഡലി ദോശ മാത്രം വെക്കുന്നൊരു കടകളെ പോലെയായിരുന്നു. ഇപ്പോഴും ഞാൻ സൗത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞ ആളുകൾ പറയും അങ്ങനെയാണ്. നമ്മൾ തനി കേരള ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് സ്ലോഗൻ തന്നെ തീം കേരള റെസ്റ്റോറൻറ്റ് എന്നാണ്. കേരളത്തിൻ്റെ തീമാണ് റെസ്റ്റോറൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. എനിക്ക് ഒരുപാട് യൂറോപ്യൻ ഗസ്റ്റുകൾ വരുന്നത്, നമ്മുടെ തന്നെ ഗസ്റ്റുകൾ വരുന്നത്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ ഫുഡിനെ പറ്റി ചോദിക്കുമ്പോൾ അവർ പറയാം വേറെ റെസ്റ്റോറൻറ്റ് കൊണ്ടുപോകാൻ നിൻ്റെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയെന്ന് പറയും. അത്രയും അവർക്ക് ഇഷ്ടമാണ് ഫുഡ്. പ്രത്യേകിച്ച് യൂറോപ്യൻസ്, എനിക്ക് ഒരുപാട് സപ്ലയേഴ്സൊക്കെ എല്ലാ മാസം വിസിറ്റേഴ്സുണ്ട്. അപ്പോൾ അവരൊക്കെ പറയാം ഈ ഫുഡ് ബെസ്റ്റ് ഫുഡാണ്. അവർ ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ നമ്മുടെ നാട്ടിലെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ദോശ, ഇഡ്ഡലി, അല്ലെങ്കിൽ തിക്ക മസാല, തന്തൂരി എന്നുള്ളൊരു ധാരണയാണ് പണ്ടുണ്ടായിരുന്നുള്ള പലർക്കും.
അതല്ലാതെ ഒരു ഫുഡ് ഉണ്ടെന്നുള്ളത് നമ്മൾ കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അവിടെ മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കർശനമായ പരിശോധനകൾ എല്ലാ റെസ്റ്റോറൻറ്റിലും നടത്തും. അല്ലാതെ പത്രവാർത്ത വരുമ്പോൾ മാത്രം ഒരു പരിശോധനയല്ല ഇവിടുത്തെ പോലെ. അവിടെ എന്നും പരിശോധനയുണ്ട്. അവർ വന്ന് മന്ത്ലി വന്നു പോവും. എന്നിട്ട് അവർ മിന്നൽ പരിശോധനയാണ്, അല്ലാതെ നമ്മളോട് പറഞ്ഞിട്ടല്ല. എൻ്റെ എന്ത് പ്രോബ്ലം കണ്ടാലും റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നോട്ടീസ് തരും. ഇത്ര ദിവസത്തിനുള്ളിൽ മാറ്റണം, അല്ലെങ്കിൽ ഇപ്പോൾ ടൈൽസ് പൊട്ടിയിട്ടുണ്ട് മാറ്റണം എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്യണം. എല്ലാവരും സ്പെസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രിഡ്ജിനകത്ത് അല്ലെങ്കിൽ ഒരു ഫ്രീസറിനകത്ത് എല്ലാ സാധനവും കൂടി വയ്ക്കാൻ പറ്റില്ല. മീറ്റിന് വേറെ, ഫിഷിന് വേറെ, വെജിറ്റബിളിന് വേറെ, ഫ്രൂട്ട്സിന് വേറെ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു സ്പെസിഫിക്കേഷനൊന്നും ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ അപാകതകളുണ്ടാവും. അത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാതും ഒന്നിച്ച് പരിഹരിക്കാൻ പറ്റില്ല. ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്ത് 5 സ്റ്റാർ, 4 സ്റ്റാർ, 3 സ്റ്റാർ ലെവലുകളിലുള്ളവരെ ചെയ്ത് ഈ സാധാ റെസ്റ്റോറൻറ്റുകൾക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്ത്, കാരണം 5 സ്റ്റാർ ലെവലിൽ ചെയ്യുന്ന ഒരു കിച്ചൺ ഒരു സാധാ റെസ്റ്റോറൻറ്റുകാരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബിസിനസ് ഒരിക്കലും വയബിൾ ആവില്ല. അപ്പോൾ അതിന് ഹൈജീനിക് വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്നും അതനുസരിച്ച് മേഖലകൾ എങ്ങനെ ക്രമപ്പെടുത്തണമെന്ന് സർക്കാർ ഒരു മാനദണ്ഡം ഉണ്ടാക്കി അത് പാലിക്കുന്നുണ്ടെന്ന് സ്ഥിരം പരിശോധനയാണ് ഇവിടെ ആവശ്യം. അവിടെ അതുണ്ട്. അത്തരത്തിൽ റെസ്റ്റോറന്റ് രംഗത്ത് നിന്നുകൊണ്ട് ഗൾഫിൽ കേരളീയ രുചി വിളമ്പിയ സിസി തമ്പി തന്റെ പല സംരംഭങ്ങളിൽ ഒന്നു മാത്രമായേ ഇതിനെ കണ്ടുള്ളൂ. ഷിപ്പ് ചാനലിംഗ്, ബീവറേജസ്, ഓയിൽ ബങ്കറിംഗ് എന്നീ മേഖലകളിലായി 2000-ഓളം മലയാളികൾക്ക് ഇതിനകം ഇവിടെ ജോലി നൽകിക്കഴിഞ്ഞ തമ്പി ദുബായിൽ കേരളീയ ചാരുത പകരുന്ന റിസോർട്ടിനും തുടക്കമിട്ടു. അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റിയിൽ ഈ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പിന്നെ എനിക്ക് റിസോർട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അടുത്ത വർഷം ആദ്യമാണ്, അല്ല അവിടെയുണ്ട്, അജ്മാനിൽ കെട്ടുന്നുണ്ട്. അതൊരു 160 റൂമുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഹോസ്പിറ്റാലിറ്റിയുടെ ഇൻക്രീസിൽ വന്നിട്ടുള്ളതാണ്. അതാണ് ഹോസ്പിറ്റാലിറ്റി, ഇതാണ് ട്രേഡിങ്. പിന്നെ എനിക്ക് റെൻ്റേ കാറുണ്ട്, പിന്നെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഒരു കമ്പനിയുണ്ട്, ഈ ഓയിൽ ബിസിനസ് ഉണ്ട്. വലിയ ഓയിൽ ബിസിനസ്സല്ല, ചെറുതരത്തിൽ ഷിപ്പുകൾക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന ബങ്കറിംഗ് എന്ന് പറയും. അങ്ങനെ പല സംരംഭങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലും നിക്ഷേപമിറക്കി. മാതൃനാടിനോടുള്ള മമതയും ബഹുമാനവും അതിന് പിന്നിലുണ്ടെങ്കിലും തന്റെയും തലമുറകളുടെയും കേരളീയത നഷ്ടപ്പെടരുതെന്ന മോഹവും അതിന് പിന്നിലുണ്ടായിരുന്നു. എല്ലാ മലയാളികളും ഇവിടെ ജനിച്ച് ഇവിടെ ഒരു കുറച്ചു കാലം ജീവിച്ച് തിരിച്ചു പോയ ആളുകൾ ഏത് നാട്ടിലായാലും അവന് മലയാളി എന്നുള്ള ബോധം ഉണ്ടാവും, തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവും. പ്രത്യേകിച്ച് ഞങ്ങൾ ഗൾഫിലുള്ള ആളുകൾക്ക് അവിടെ പെർമനൻറ്റ് സ്ഥലമല്ല എന്നൊരു ധാരണയുണ്ട്, സത്യമാണ്. ഇപ്പോൾ മറ്റുള്ള പ്രവാസികൾക്ക് യൂറോപ്പിലോ അമേരിക്കയിലോ പോയാൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നു, അവിടെ സ്വത്ത് വാങ്ങിക്കുന്നു, അവിടെ സെറ്റിലാവുന്നു എന്നൊരു ധാരണയുണ്ട്. ഗൾഫുകാരെ ശരിക്ക് അത്തരത്തിൽ കണക്കാക്കാൻ പറ്റില്ല. ഗൾഫിന് ഒരു കാലത്ത് അവിടെ പാസ്പോർട്ട് കിട്ടില്ല, അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റില്ല, തിരിച്ചു വന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ്സുകാർക്കാകുമ്പോൾ ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു എല്ലാവർക്കുള്ള ആഗ്രഹം, അത് പൈസ ഉള്ളവർക്കും ഇല്ലാത്തവർക്കുള്ള ആഗ്രഹം. ആ ആഗ്രഹത്തിൽ നിന്നുമാണ് കേരളത്തിൽ ഹോളിഡേ ഗ്രൂപ്പിന് തുടക്കമിട്ടത്. നിരവധി നിർമ്മാണ പ്രോജക്റ്റുകൾ ഇതിന്റെ ഭാഗമായി കൊച്ചിയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനു പുറമെ ടൂറിസം മേഖലയിൽ വടകരയിലും ബേക്കലിലും ഗവൺമെന്റുമായി കരാറും ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തമ്പിയുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഏറുകയാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മികച്ച സംരംഭകനും പ്രവാസിക്കുമുള്ള പുരസ്കാരവും ഇതിനകം ഇദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നു. അവയെക്കുറിച്ചും കേരളീയ വ്യവസായ സംരംഭത്തെ